ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 809 പോയിന്റും S&P 136 പോയിന്റും നസ്ഡാക്ക് 565 പോയിന്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 24 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. നാളെ മിക്കവാറും ഒരു ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ലെവൽ ഇതായിരുന്നു. പക്ഷേ മാർക്കറ്റ് അത് ഫുള്ള് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്നലെ ഒരു ക്ലോസിങ് വന്നിരിക്കുന്നത്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസത്തിൽ വന്നിട്ടുള്ളൊരു ഗ്യാപ് ഡൗൺ, ഏപ്രിൽ മാസത്തിൽ നമ്മുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസം വന്നിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 4 കഴിഞ്ഞിട്ട് 7-ാം തീയതി തിങ്കളാഴ്ച വന്ന ഈ ഒരു ഗ്യാപ് ഡൗൺ, അത് കഴിഞ്ഞാൽ ഏപ്രിലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഇടിവാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 400 പോയിന്റ് അടുപ്പിച്ച് മാർക്കറ്റ് താഴോട്ട് വന്നു. പല പ്രാവശ്യവും നമ്മുടെ സപ്പോർട്ടിലൊക്കെ, ഇൻട്രാഡേ സപ്പോർട്ടിലൊക്കെ 1-2 വട്ടം ഞാനൊരു ഷോർട്ട് കവറിങ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് സപ്പോർട്ട്. പക്ഷേ 3 മണിക്ക് ശേഷമാണ് ആ ഒരു വലിയൊരു ഫോള് വന്നത്. എന്തായാലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രോങ് ബെയറിഷ് ട്രെൻഡാണ്. എങ്കിലും ഇവിടെ നമുക്ക് ആശ്വസിക്കുവാനുള്ള ഒരു 1-2 വകകൾ ഉള്ളതെന്ന് പറയുന്നത്, മാർക്കറ്റിൽ ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ 1-2 ദിവസം നമുക്കിപ്പം പലരും പറയുന്നുണ്ട് മാർക്കറ്റിൽ ടെക്നിക്കൽ സപ്പോർട്ടുകളൊന്നും വർക്കാകത്തില്ല. ന്യൂസ് ബേസ്ഡ്, ശരിയാണ്, ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ് അത്. പക്ഷേ ന്യൂസ് ഉള്ളപ്പോൾ മാത്രമാണ്, അല്ലാത്ത സമയത്തൊക്കെ മാർക്കറ്റ് കൃത്യമായിട്ട് ടെക്നിക്കൽ സപ്പോർട്ടുകളും ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടുള്ള സപ്പോർട്ടുകളും എടുത്തിട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇപ്പം വേൾഡ് മാർക്കറ്റ് നോക്കിയാലും ശരി, മറ്റ് ലോകത്തിൻ്റെ മൊത്തത്തിലുള്ളൊരവസ്ഥ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു നെഗറ്റീവ് ട്രെൻഡാണ്. അപ്പോൾ മാർക്കറ്റിൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാർട്ടുകളൊന്നും വർക്കായെന്ന് വരത്തില്ല. അപ്പം കൃത്യമായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ന്യൂസ് ബേസ്ഡ് മാർക്കറ്റുകളിൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡ് ചെയ്യണം. നമുക്കടുത്ത് ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈന് വരുന്ന, നേരത്തെ നമുക്ക് റെസിസ്റ്റൻസ് ആയിരുന്ന ട്രെൻഡ് ലൈനാണ്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറിയത്. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് നേരെ ഓൾ ടൈം ഹൈയിൽ പോയിട്ട് തിരിച്ച് വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സപ്പോർട്ട് കൂടിയുണ്ട്, ഈ ഒരു ട്രെൻഡ് ലൈന്. നേരത്തെ നമുക്ക് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഇവിടെയുണ്ട്. സ്ട്രോങ് സപ്പോർട്ട് ട്രെൻഡ് ലൈനാണിത്. ഇത് നമുക്ക് വീണ്ടും ഇനിയിപ്പോൾ നീട്ടി വരയ്ക്കാൻ സമയമായി. മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് കൂടെ നമുക്കിവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 ട്രെൻഡ് ലൈൻ കൂടെയുള്ള സ്ട്രോങ് സപ്പോർട്ടായിരിക്കും അടുത്തിനിയിപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 4-5 ദിവസം കൊണ്ട് പറയുന്നുണ്ട് മാർക്കറ്റിൽ റിക്കവറി നടക്കും, ഇവിടെ നിന്ന് റിക്കവറി ഉണ്ടാവുമെന്ന് വിചാരിച്ചു, നടന്നില്ല. ഇവിടെ നിന്ന് റിക്കവറി ഉണ്ടാവുമെന്ന് വിചാരിച്ച്, നടന്നില്ല. ഇനിയുള്ള അവസാനത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു ഏരിയ ഇതാണ്. ഈ ഒരു 2 സപ്പോർട്ടുകളും കൂടെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,601 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 24,600 വരയ്ക്കും അടുത്ത ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 2 ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് സ്ട്രോങ് സപ്പോർട്ട് ട്രെൻഡ് ലൈൻസ് ആണ്, ഇത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സ്ട്രോങ് സപ്പോർട്ടും. അപ്പം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടും മാർക്കറ്റിൽ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇപ്പോഴുള്ള വേൾഡ് മാർക്കറ്റിൻ്റെ ട്രെൻഡും മറ്റ് ന്യൂസുകളും ഒക്കെ എന്ന് പറയുന്നത് അത്ര സുഖകരമല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇൻട്രാഡേ ലെവൽസ് വെച്ച് സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം.
15 മിനിറ്റിൻ്റെ ചാർട്ടിൽ നമുക്ക് ഇന്നലെ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ബ്രേക്കൗട്ട് കിട്ടി. 15 മിനിറ്റിൻ്റെ ബ്രേക്കൗട്ട് താഴോട്ടുണ്ടായിരുന്നു. ഏകദേശം 320 വരെയൊക്കെ വന്നു. ഇതിനിടയ്ക്ക് 2 വട്ടം ഞാൻ ഇൻട്രാഡേ ലെവൽസ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്നാണ് അവസാനത്തെ 1 മണിക്കൂറിൽ വലിയൊരു ഫോള് വന്നത്. അപ്പോൾ ഇനിയിപ്പം ഈ ലെവൽസ് എല്ലാം നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. മാറ്റുന്നില്ല, മുകളിലോട്ട് ഈ ഒരു 320 തന്നെയാണ് സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ളത്. റെസിസ്റ്റൻസ് ആയിട്ട് വരിക. കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നേരത്തെ നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത സാധനമാണ്. ഇവിടെ സപ്പോർട്ടായിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പം ഇനി ഇത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ, മുകളിൽ തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 25,320 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ എൻട്രി ഉള്ളൂ. മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെയിം ലെവൽ തന്നെയാണ് 475. ഓക്കെ, 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടണം. 25,320 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മിക്കവാറും ഒരു 475 വലിയൊരു റാലി പ്രതീക്ഷിക്കാം. പക്ഷേ മാർക്കറ്റിൽ ഇവിടെ നിന്ന് ചിലപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയാലും മിക്കവാറും ഈ ഒരു ഏരിയ എന്നൊക്കെ ഒരു റെസിസ്റ്റൻസിന് സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ട് ഇന്നലത്തെ ലോ ബ്രേക്കൗട്ട് 15 മിനിറ്റിൽ കിട്ടിയാൽ 25,000 വരയ്ക്കും മാർക്കറ്റ് പ്രതീക്ഷിക്കാം. 25,000 പറയാൻ കാരണമെന്ന് പറയുന്നത് ഇതാ ഈ 2 സപ്പോർട്ട് ഏരിയകൾ അടുത്തടുത്തുണ്ട്. ഒന്ന് 25,063, രണ്ടാമത്തത് കൃത്യമായിട്ട് 25,000. അപ്പോൾ ഇന്നലത്തെ ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതുവരേക്കും 25,063, സെക്കൻഡ് ടാർഗറ്റ് 25,000 ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. കാരണം ട്രെൻഡും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സും വേൾഡ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സും എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ താഴോട്ട് ഇതിനിടയ്ക്കുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ചാർട്ട് നോക്കുക. നമ്മുടെ ഇൻട്രാഡേ ചാർട്ട് നോക്കുക. ഇതിനിടയ്ക്ക് വരുന്ന ലെവൽസ് മുകളിലോട്ട് 15 മിനിറ്റിൽ ഈ ഒരു ലെവലും 25,320, താഴോട്ട് ഇന്നലത്തെ ലോ 25,168 മെയിൻ ബ്രേക്കൗട്ട് ഏരിയകൾ. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 പ്രതീക്ഷിക്കാവുന്നതാണ്. മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ 25,475. പിന്നെ മുകളിലോട്ട് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവും തോന്നുന്നില്ല ഇന്നത്തെ ദിവസം. മാക്സിമം 475 തന്നെയാണ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഒരു സ്ട്രോങ് ഈ സപ്പോർട്ടൊക്കെ എന്ന് പറയുന്നത് ഇനി സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നത്. മാർക്കറ്റിന് ഇനി മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ കുറേ കടമ്പകളുണ്ട്. പ്രീവിയസ് സപ്പോർട്ടുകളെല്ലാം ഇനി സ്ട്രോങ് റെസിസ്റ്റൻസുകളായിട്ടൊക്കെ ആക്ട് ചെയ്യും. ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. ഇൻട്രാഡേ ലെവൽസിൽ ഇന്നലെ ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് ഫസ്റ്റ് ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചതാണ്. രണ്ടാമത് വീണ്ടും ഈ ഒരു ലെവൽസ് നിന്ന് ഈ 2 ലെവലിലും ഞാൻ ഷോർട്ട് കവറിങ് പ്രതീക്ഷിച്ചതാണ്. ഏകദേശം ഞാൻ മാർക്കറ്റ് ഇവിടെ എത്തിയ സമയത്ത് ഈ ഒരു ലോ പ്രതീക്ഷിച്ചിരുന്നു. ഗ്രൂപ്പിനകത്ത് ഞാൻ മെസ്സേജ് ഇട്ട് 25,418 പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് പക്ഷേ സപ്പോർട്ട് പ്രതീക്ഷിച്ചു. ഇത് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും അടുത്ത് 25,342 സപ്പോർട്ട് പ്രതീക്ഷിച്ചു. അവിടെയും വന്നു, മാർക്കറ്റ് ഇറങ്ങി വന്നു. പക്ഷേ ഇവിടെ നിന്നുള്ള ഈ ഒരു ഫോളോ കണ്ടിന്യൂ 1 അവറിൽ മാർക്കറ്റിനെ ഇത്രയ്ക്കും വൃത്തികേടാക്കി വെച്ചു അവസാനത്തെ 1 മണിക്കൂറിൽ. എല്ലാം വേൾഡ് ന്യൂസ് ആണ്. ഇനിയിപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ലെവൽസ് മാത്രം നോക്കുക. കൃത്യമായിട്ട് ലെവൽസിൽ എല്ലാം 5 മിനിറ്റ് ബ്രേക്കൗട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ന് വേറെ വലുതായിട്ട് ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല. മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റ്സ് അനുസരിച്ച് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനോ ഒരു ഗ്യാപ് ഡൗണിനോ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലോ ശ്രദ്ധിക്കുക. ഇന്നലത്തെ ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എൻട്രി എടുക്കുക. 25,074, 25,097 ടാർഗറ്റ് വരുന്നത്. പക്ഷേ
മാർക്കറ്റ് മിക്കവാറും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് CPRലോട്ട് പോകാൻ സാധ്യതയുണ്ട്. CPR വന്നിട്ട് വൈഡ് CPR ആണ്, ഏകദേശം 90 പോയിന്റ് അടുപ്പിച്ചാണ് CPR വരുന്നത്. 25,280, 25,379 ആണ്. 280, 380, 100 പോയിന്റിന്റെ CPR ആണ്. CPRന് ഇടയ്ക്കുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ 25,330, 25,347. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണോ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത 90% ഉറപ്പാണ്. 25,330, 25,347 വരയ്ക്കും മാർക്കറ്റ് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യാം. മാർക്കറ്റിൽ നിന്ന് ഇവിടെ നിന്ന് ചിലപ്പം മിക്കവാറും ഒരു ഫോളിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി എടുക്കുന്ന ഒരു ടാർഗറ്റ് വയ്ക്കേണ്ട CPRന്റെ ബോട്ടമാണ് 25,281. താഴോട്ട് എൻട്രി നോക്കുന്നവർ 25,330, 347 വരയ്ക്കും വെയിറ്റ് ചെയ്യണം. മാർക്കറ്റ് കയറി പോയിട്ട് താഴോട്ട് കൃത്യമായിട്ട് ഒരു റിവേഴ്സ് പാറ്റേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും മാർക്കറ്റ് CPRലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ താഴോട്ട് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വീണ്ടും ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കേണ്ടത് ഇന്നലത്തെ ലോ തന്നെയാണ്. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,074, 25,097 നോക്കാം. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 25,000 ആണ്. 25,011, 24,991. മാർക്കറ്റ് മിക്കവാറും ഈ രണ്ട് സപ്പോർട്ടിലോട്ടും ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മുകളിലോട്ട് ഞാൻ ലെവൽസ് വരച്ചിട്ടില്ല. 25,330, 347 മുകളിൽ ലെവൽസ് വരച്ചിട്ടില്ല. എൻ്റെ അനലൈസ് പ്രകാരം ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിൽ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.